പലതരം ചേരുവയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോക്കനട്ട് ടീ കേക്ക് റെഡിയാക്കാം കേട്ടോ. ഈ ഒരു ചാനലിൽ തന്നെ ക്യാരറ്റ് കേക്ക്, ബനാന കേക്ക്, അങ്ങനെ മറ്റു പല കേക്കുകളും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്ലം കേക്ക് മാത്രമാണ് 100% അങ്ങോട്ട് സക്സസ് ആവാണ്ട് ഇരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നല്ല പെർഫെക്റ്റ് കേക്കുകളാണ് കേട്ടോ. തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നിങ്ങളുടെ ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിക്സിയുടെ ജാറ് പോലെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. വിസ്ക് ഒന്നും ആവശ്യമില്ല, ഒരു സ്പൂണ് മതി കംപ്ലീറ്റ് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ നമ്മളെ റെസിപ്പിയിലേക്ക് കടന്നു കഴിഞ്ഞു. 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോ പൊടിച്ചെടുത്തിട്ടുള്ളത്. പൊടിച്ച ശേഷം ഒരു 3/4 കപ്പിന് മുകളിലായിട്ട് വരും കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് പുളിയില്ലാത്ത തൈര് എടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട ശേഷം നന്നായിട്ട് അത് ബീറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് മിക്സായി നല്ലൊരു ക്രീമി സ്ട്രക്ചർ വരണം. പഞ്ചസാര നമ്മൾ പൊടിച്ചാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് ലയിച്ചത് ചേരണം കേട്ടോ. ഇല്ലെങ്കിൽ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടില്ല. പഞ്ചസാരയുടെ ഒരു തൈതരിപ്പ് കേക്കിന് വരും. മാത്രമല്ല കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആവി മോളിൽ കെട്ടിക്കിടക്കുന്ന അരി വെള്ളം കെട്ടും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് പഞ്ചസാര ബാറ്ററായിട്ട് നന്നായിട്ട് ലയിച്ച് ചേരണം കേട്ടോ. ഇപ്പൊ അത് നല്ലൊരു സ്ട്രക്ചർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ക്രീമി സ്ട്രക്ചർ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ കേക്കിലും നമ്മൾ ഇടുന്ന 3 ഇൻഗ്രീഡിയൻസ് തന്നെ. ഒന്ന് മൈദപ്പൊടിയാണ്, 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. സ്ട്രെയിൻ ചെയ്തിടണം കേട്ടോ. 1 അരിപ്പം മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ടെടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മതിയാവൂല, അതിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. പൊടികളൊക്കെ സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ ആ ബാറ്ററിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ സ്പൂണായിട്ട് എടുത്തേക്കണേ. അതാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും. ബാറ്ററിൽ ഒരുപാട് ബലം പിടിക്കേണ്ടി വരില്ല. പയ്യനെ മിക്സ് ചെയ്യാം കേട്ടോ, ഒരുപാട് ബലം കൊടുക്കാതെ. വെള്ളം ഇത് മതിയാവൂല കേട്ടോ. ഇതിലേക്ക് ഇനി വെള്ളം ചേരേണ്ടി വരും നല്ലൊരു ബാറ്റർ ആവാനായിട്ട്. അതിനായിട്ട് നമ്മൾ പാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള പാല് എടുത്ത് വെക്കാം. 1/2 കപ്പ് എടുത്ത് വെക്കാം കേട്ടോ. ആവശ്യമനുസരിച്ച് എടുത്ത് കൊടുക്കുക. ആദ്യം 1/4 കപ്പ് ഒഴിച്ചെടുത്ത് വെക്കാം. എന്നിട്ട് പോരാണ്ട് വരാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചെടുത്ത് ബാറ്റർ കറക്റ്റ് ആക്കി എടുക്കുക. എനിക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടി വന്നത് കേട്ടോ. ഇതുവരെയുള്ള എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ചാനലിൽ ആദ്യമായിട്ട് വന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാമല്ലോ. അതുപോലെ കുക്കിംഗ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കോ അല്ല ലൂസ് അല്ലാത്ത ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ടെടുത്തേക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കേട്ടോ. എള്ള നിർബന്ധമില്ല, ഞാൻ കുറച്ച് വൈറ്റുകൾ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇടയിൽ കടിക്കാനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ, അതിന് ഇട്ടെടുത്തതാണ്. ബ്ലാക്ക് എള്ള ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കറുത്ത് ഇങ്ങനെ ഇടയിൽ കാണും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ എള്ള ഇട്ടെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഞാനിപ്പോ ചെയ്യുന്നത്. എന്നാൽ സ്പൂൺ വെച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും കോക്കനട്ട് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിൽ നമ്മൾ എഗ്ഗ് ചേർത്ത് പതിപ്പിച്ചെടുക്കാത്ത ബാറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി പേടിക്കാനില്ല കേട്ടോ. മിക്സിങ്ങിലൊന്നും ഒരുപാട് അങ്ങോട്ട് ബലം ബാറ്ററിന് കൊടുക്കേണ്ടെന്നുള്ളൂ. അല്ലാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് മിക്സ് ചെയ്തെടുക്കാം. മൈദപ്പൊടി നല്ല ലൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത കയ്യിലേക്ക് ഇടുന്നത്. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബലം കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് ആട്ട കുഴക്കണ അരിക്ക് അങ്ങ് കുഴച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്ക് അങ്ങ് അടിഞ്ഞു പോകും, അവിഞ്ഞു പോകും. ഭയങ്കര ബലം വരും. അതുകൊണ്ടാട്ടോ ലൈറ്റ് ആയിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. 6 or 5 ഇഞ്ചിന്റെ കേക്ക് ടിന്നാവാട്ടോ. ഞാനിപ്പോ എടുത്തേക്കുന്നത് 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ്. 5 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണെങ്കിലും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ടിന്നിൽ നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഓയിൽ തേച്ച് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ വെച്ചാലും മതി. എൻ്റെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ മൈദപ്പൊടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. ഈ ചാടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും. ഭയങ്കര ലൂസും അല്ല തിക്കും അല്ലാത്തൊരു ബാറ്ററാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനേൽ ഇത്രയും കൂടി ഒന്ന് ലൂസ് ആക്കാം കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂൺ പാലും കൂടി വേണമെങ്കിൽ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. അത്രയും ഒരു ലൂസ് ആക്കായിരുന്നു. ഇപ്പൊ ഇത് മതി, കുഴപ്പമില്ല. ഇടയിൽ വല്ല എയർ ബബിൾസോ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് കോക്കനട്ടും നട്ട്സ് ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബാറ്ററൊക്കെ റെഡിയാക്കി ഇതുപോലെ കേക്ക് ടിന്നിൽ സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് വരെ ഭയങ്കര ഒരു വെപ്രാളോ ഒരു ടെൻഷനൊക്കെ ആയിരിക്കും, എങ്ങനെ പൊങ്ങോ ഇല്ലയോ എന്നുള്ള. അത് കഴിഞ്ഞ് പൊങ്ങിയേക്കണ കാണുമ്പോഴാണ് പിന്നെ നമുക്ക് സമാധാനമാവാം. അടി കട്ടിയുള്ള ഒരു വലിയ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അടിയിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിന്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 30 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും കഴിയാതെ തുറന്ന് നോക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പണിയാണ്. 20 മിനിറ്റ് എങ്ങനെയെങ്കിലും ക്ഷമിച്ചിരുന്നിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അത് തുറന്ന് നോക്കും. എനിക്ക് അപ്പോഴാണ് ഒരു സമാധാനം കിട്ടാൻ, നന്നായിട്ടൊന്ന് പൊങ്ങിയേക്കണ കാണുമ്പോൾ. പിന്നെ അടിച്ചു വെച്ച് കുറച്ച് നേരം കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഞാനൊരു 40 മിനിറ്റ് ആട്ടോ ഇത് ബേക്ക് ചെയ്തത്. 35-40 മിനിറ്റ് ടോട്ടൽ മതിയാവും. ആ സമയം കൊണ്ട് ഇത് കുക്കായി കിട്ടും കേട്ടോ.
അടുപ്പിന്റെ ചൂടനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ വരാം. അതുകൊണ്ട് 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നോക്കാം കേട്ടോ. എന്നിട്ട് കുക്കായിട്ടുണ്ടോന്ന് ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കാം. അപ്പൊ ക്ലീനായിട്ട് വരാന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ടാവും. കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ടെക്സ്ചറൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ നന്നായിട്ട് ചൂടാറിയ ശേഷമാണ് ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തത് കേട്ടോ. ഇന്നിപ്പോ ആരുടെയും ബർത്ത്ഡേ ഒന്നുമില്ല, നമുക്ക് ചുമ്മാ അങ്ങ് ആ കേക്ക് അങ്ങ് കട്ട് ചെയ്യാം. ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് നല്ലൊരു കട്ടൻ ചായയും കേക്കും തിന്നാൻ പറ്റിയ സമയമാണ്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ ഒരാൾ കാത്തിരിക്കുന്നത് കേട്ടോ, ഉണ്ടാക്കി കഴിക്കാനായിട്ട്. ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പ്രത്യേകം പോന്നപ്പോഴത്തേനും ആളെ ഇങ്ങോട്ട് പോയി. ഇപ്പൊ കാണാനില്ല. കക്ഷി വേറെ ആരല്ല, നമ്മുടെ ഒരു പൂച്ചക്കുട്ടിയാണ്. സാരില്ല, വരുമ്പോ കൊടുക്കാം. അപ്പൊ കേക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. താങ്ക് യു.